ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നുണ്ടാക്കുന്നത് ലോബിക്ക കൊണ്ടൊരു അച്ചാറാണ്. ചില സ്ഥലങ്ങളിൽ ഇതിന് ലൗലോലിക്ക, ലൂബിക്ക എന്നൊക്കെ പറയാറുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നന്നായി കഴുകി വെച്ചിരിക്കുന്ന ലോബിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ലോബിക്ക ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ അരപ്പിൽ കിടന്ന് ലോബിക്ക ഒന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. വിനാഗിരി ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ലോബിക്കയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലോബിക്ക അച്ചാർ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.